Hello students, now we study fundamental theorem of calculus first form. There is nothing new about the fundamental theorem of calculus. You know integral a to b x dx. അതങ്ങനെ നമ്മൾ ചെയ്യാം. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ ടു ബിയിൽ കൊടുക്കുക. എക്സ് സ്ക്വയർ ബൈ ടു ബി കൊടുക്കുമ്പോൾ ബി സ്ക്വയർ ബൈ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു എയിൽ കൊടുക്കുക എ സ്ക്വയർ ബൈ ടു എന്നെഴുതും. അപ്പോൾ ഇത് സ്മോൾ എഫ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് സ്മോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആകുമ്പോൾ നമ്മൾ വേറൊരു ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ദിസ് ഇസ് ഇന്റഗ്രൽ ഈസ് എക്സ് സ്ക്വയർ ബൈ ടു. ഈ കാണുന്ന എന്നാ എക്സ് സ്ക്വയർ ബൈ ടൂവിൽ എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ ടൂവിൽ ബി കൊടുത്തു. ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ. ക്യാപിറ്റൽ എഫ് ഓഫ് എ. ക്യാപിറ്റൽ എഫ് ഹാസ് derivative 2x divided by 2x. Capital F has derivative small f means integral a to b small f equal to capital F of b minus capital F of a. നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കൊടുക്കുന്ന കാര്യമേ ഉള്ളൂ. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടീഷൻസ് ഉപയോഗിച്ച് തീരത്തെ ഇപ്പോൾ സ്റ്റേറ്റ് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. സപ്പോസ് ദർ ഇസ് എ ഫൈനൈറ്റ് സെറ്റ് E in closed interval a b and functions small f and capital F real valued from closed interval AB such that capital F is continuous on closed interval AB. Capital F in the derivative f dash x equal to small f of x for all x element of AB minus ഒരു ഫൈനൈറ്റ് സെറ്റിൽ വ്യത്യാസം വരാം. എഫ് ഡാഷ് എക്സ് എഫ് എക്സ് സെയിം ആകുന്നത് എ ബി എന്നൊരു ഫൈനൈറ്റ് സെറ്റിനെ ഒഴിവാക്കി എല്ലാ പോയിന്റ്സിലും സെയിം ആണ്. ആൻഡ് എഫ് എലമെന്റ് ഓഫ് ആർ എ ബി സ്മോൾ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. ഇൻ്റഗ്രബിൾ ആണ് ശരിക്കും ക്യാപിറ്റൽ എഫ്. then integral a to b f integral a to b x പറഞ്ഞ പോലെ a to b x പറയുമ്പോൾ b സ്ക്വയർ ബൈ ടു മൈനസ് എ സ്ക്വയർ ബൈ ടു ക്യാപിറ്റൽ എഫ് എക്സ് സ്ക്വയർ ബൈ ടു എന്ന് കൊടുത്ത് എഫ് ബി മൈനസ് എഫ് എഴുതിയാൽ മതി. അതിപ്പോൾ ജനറലൈസ് ചെയ്യുന്ന integral a to b f ഈക്വൽ ടു എഫ് ബി മൈനസ് എഫ് എ വേർ എഫ് ഡാഷ് എക്സ് ക്യാപിറ്റൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു ഫംഗ്ഷൻ ആയിരിക്കണം സ്മോൾ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ എഫ്. നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് സ്മോൾ എഫ് ആയിരിക്കണം. ഇതാണ് തീരത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് പ്രൂഫിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് സെറ്റിൽ എഫ് ഡാഷ് എഫും ഈക്വൽ അല്ലാതെ വേണമെങ്കിൽ വരാം എന്നുണ്ട്. ആൻഡ് വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി വി ക്യാൻ അസ്യൂം ഇ ഈക്വൽ ടു എ ബി മൈനസ് ഇ ആണ്. സ്ലാഷ് തിരിച്ചാണെങ്കിൽ ഡിവിഷൻ്റെ സിമ്പിളാണ്. ഇങ്ങനെ കാണുമ്പോൾ അത് മൈനസ് ഇയുടെ സിമ്പിളാണ് എന്നുള്ളത് ഓർത്തോളുക. അപ്പോൾ നമ്മൾ പ്രൂഫിലേക്ക് പോകുമ്പോൾ ആദ്യമേ തന്നെ ഇയിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ നമ്മുടെ ഇൻ്റർവെലിൻ്റെ എൻ പോയിന്റ്സ് എയും ബിയും മാത്രമാണ് എന്ന് വിചാരിക്കുക. പിന്നെ നമുക്കതിനെ ജനറലൈസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം അത് വിചാരിച്ച് നമ്മൾ പ്രൂഫ് പോവുകയാണ്. അതിന് ശേഷം പറയാം വേറെ പോയിന്റ്സിൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യാത്ത പോയിന്റ്സ് ആണ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സേ ഉള്ളൂ. ആ പോയിന്റ്സ് ആണ് ഈ എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എയിലും ബിയിലും മാത്രമേ എഫ് ഡാഷും എഫും ഈക്വൽ അല്ലാത്തുള്ളൂ എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് എന്താ വന്നിരിക്കുന്നത് എഫ് ആർ എ ബിയിലെ മെമ്പറാണ് എന്ന് വന്നിട്ടുണ്ട്. എഫ് ആർ എ ബിയിലെ മെമ്പർ ആണെങ്കിൽ ഇവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വേർ എക്സ് ഇസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഡെൽറ്റ ഓഫ് എപ്സിലോൺ ഡെൽറ്റ എപ്സിലോൺ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എസ് എഫ് പി പാർട്ടീഷൻ മൈനസ് integral a to b f is less than epsilon for all partitions with norm p less than delta epsilon. ഇതാണ് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ എ ബിയെ പാർട്ടീഷൻ പി ഉപയോഗിച്ച് സബ് ഇൻ്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ എ ബിയുടെ സബ് ഇൻ്റർവൽസ് നമ്മൾ സാധാരണ അസ്യൂം ചെയ്യുന്ന രീതിയിൽ എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു അങ്ങനെയൊക്കെയാണ് എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ith സബ് ഇൻ്റർവൽ എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ എന്ന് പറയുന്ന ഇൻ്റർവലാണ് എന്ന് വിചാരിക്കുക. ഇനി എന്താ വന്നിരിക്കുന്നത് ക്യാപിറ്റൽ എഫ് ഈസ് കൺസിഡർ ദിസ് സബ് ഇൻ്റർവൽ ith സബ് ഇൻ്റർവൽ എക്സ് ഐ മൈനസ് വൺ എക്സ് ഐ ഈ സബ് ഇൻ്റർവൽ പരിഗണിക്കുക. ഈ സബ് ഇൻ്റർവലിലേക്ക് നമ്മൾ കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പോവാം. ക്യാപിറ്റൽ എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഈ ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ മുഴുവനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സബ് ഇൻ്റർവെല്ലാണ് ഇവിടെ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി എഫ് ഡിഫറൻഷ്യബിൾ ആണ്. ഇപ്പോൾ നമ്മളുടെ അസംഷൻ എയിലും ബിയിലും ഒഴികെ ബാക്കി എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ഇതൊരു സബ് ഇൻ്റർവെൽ ആണ്.
അപ്പോൾ എ ചിലപ്പോൾ വരാം. ആദ്യത്തെ സബ് ഇൻട്രോയിൽ എടുക്കുവാണെങ്കിൽ എ വരാം, അവസാനത്തെ സബ് ഇൻട്രോയിൽ എടുക്കുവാണെങ്കിൽ ബി വരാം. എന്തായാലും നമുക്കിത് പറയാം, ഓപ്പൺ ഇൻട്രോയിൽ xi-1 xiയിൽ എഫ് ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഡിഫറൻഷ്യബിൾ ആണ്, അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലോസ്ഡ് ഇൻട്രോയിൽ പറയാത്തത് എയിലും ബിയിലും നമുക്ക് ഡിഫറൻഷ്യലിനെ പറ്റി ഉറപ്പില്ല. ഈ സബ് ഇൻട്രോയിൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സബ് ഇൻട്രോയിലും അവസാനത്തെ സബ് ഇൻട്രോയിലും ഒക്കെ ഇൻക്ലൂഡഡ് ആവാം, അതുകൊണ്ടാണ് പറയാത്തത്. ദെൻ ബൈ മീൻ വാല്യൂ തിയറം. അപ്പോൾ നമുക്ക് മീൻ വാല്യൂ പ്രൂഫിന് ഇങ്ങോട്ട് എഴുതാം. മീൻ വാല്യൂ തിയറത്തിൽ നിന്ന് നമുക്ക് മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുന്നത് ഈ ഇൻട്രോയിലാണ്. എന്തായിരിക്കും നമ്മളുടെ കൺക്ലൂഷൻ? ക്യാപിറ്റൽ എഫിനാണ് മീൻ വാല്യൂ തിയറം പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് ബി മൈനസ് എ ആണ്, പക്ഷെ എക്സൈയും xi-1 ആണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എഫ് ഓഫ് xi മൈനസ് എഫ് ഓഫ് xi-1 ഈക്വൽ ടു ഈ ഇൻട്രോയിലെ ഒരു പോയിന്റിൽ എഫിൻ്റെ ഡെറിവേറ്റീവ് ആ ഇൻട്രോയിലെ പോയിന്റ് ith ഇൻട്രോയിൽ ആയതുകൊണ്ട് ഞാനതിനെ ci എന്നൊന്നുമല്ല ui എന്ന് വിളിക്കുകയാണ്. എഫ് ഡാഷ് ui ഇൻറ്റു xi-1 where x is ui element of open interval xi-1 xi. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻട്രവലിലാണ് മീൻ വാല്യൂ തിയറത്തിൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ എഫിന്, സ്മോൾ എഫിനായിരുന്നു എഫ് ബി മൈനസ് എഫ് എ ഈക്വൽ ടു എഫ് ഡാഷ് സി ഇൻറ്റു ബി മൈനസ് എ എന്ന് എഴുതും. ഇതിപ്പോൾ ഇൻട്രവൽ ith ഇൻട്രവലാണ്, അതുകൊണ്ട് അത് ഡിനോട്ട് ചെയ്യാൻ എഫ് ഡാഷ് സിക്ക് വരെ എഫ് ഡാഷ് യു ഐ. ഇത് ഏത് ഇൻട്രവലിൽ വേണമെങ്കിലും പോസിബിൾ ആണ്. ഫസ്റ്റ് ഇൻട്രവലിലാണെങ്കിൽ u1 ഉണ്ട്, സെക്കൻഡ് ഇൻട്രവലിലാണെങ്കിൽ ഇതുപോലൊരു u2 ഉണ്ട്, അങ്ങനെ nth ഇൻട്രവലിലാണെങ്കിൽ ഇതുപോലൊരു un ഉണ്ട്. റെസ്പെക്റ്റീവ് ui എലമെന്റ് ഓഫ് റെസ്പെക്റ്റീവ് ഓപ്പൺ ഇൻട്രവൽ xi-1 xi. ഇനി ഈ ui-കൾ ടാഗ് ആകുന്ന പാർട്ടീഷൻ നമുക്ക് ആദ്യത്തെ ഇൻട്രവലിൽ u1, i1-ൽ u1 ടാഗ്, i2-ൽ u2 ടാഗ്, in-ൽ എക്സെട്ര in-ൽ un ടാഗ്. ഇത് ഇങ്ങനെ വരുന്ന പാർട്ടീഷനെ ഞാൻ PU u ടാഗായിട്ട് വന്നുകൊണ്ട് PU എന്ന് പാർട്ടീഷനെ ഡിനോട്ട് ചെയ്യുകയാണ്. ദെൻ വാട്ട് ഈസ് SFPU? SFPU സിഗ്മ i ഈക്വൽ ടു 1 to n. ഞാൻ സ്മോൾ എഫിൻ്റെ കാര്യം ഇപ്പോൾ പറയുന്നത്. അതാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് ith ഇൻട്രോയിലെ ടാഗ് ui ആണെന്ന് പറഞ്ഞത്. ഏതിൻ്റെയാണ്? സ്മോൾ എഫിൻ്റെ ith ഇൻട്രോയിലെ ടാഗ് ui ആണെന്ന് പറഞ്ഞത്. ഞാൻ എഴുതുന്നത് സ്മോൾ എഫ് ഉപയോഗിച്ചാണ്. SFPU എഴുതുന്നത് സ്മോൾ എഫിനാണ്. അപ്പോൾ എഫ് ഓഫ് ui ഇൻറ്റു ith ഇൻട്രോവൽ xi-1 ഈക്വൽ ടു സിഗ്മ i ഈക്വൽ ടു 1 to n. എഫ് ഓഫ് ui എന്ന് പറയുന്നത് ui ith ഇൻട്രോവലിൻ്റെ അകത്തെ പോയിന്റ് ആണ്. എയിലും ബിയിലും ഡിഫറൻഷ്യബിലിറ്റി ഇല്ലാത്തുള്ളൂ. എഫ് ഓഫ് ui എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ui തന്നെ ആയിരിക്കും. അല്ല, ഇവിടെ നമുക്ക് മാറ്റി എഴുതായിരുന്നു. ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ui ഈക്വൽ ടു എഫ് ഓഫ് ui. സിൻസ് ui ഈസ് നോട്ട് എ നോട്ട് ബി, എയും ബിയും അല്ലാത്തപ്പോൾ എഫ് ഡാഷ് എക്സ് എഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഡാഷ് ui എന്ന് പറയുന്നത് എഫ് ഓഫ് ui ആണ്. xi ഇൻറ്റു xi-1 a not equal to b, and so this is equal to, അങ്ങനെ നേരത്തെ തന്നെ എഴുതി വെക്കായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ എഴുതാം. ഈക്വൽ ടു എഫ് ഓഫ് ui എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ui ആണ്, xi-1 എന്ന് നമുക്ക് എഴുതാം. അതിന് കാരണം എന്നാ? ui നോട്ട് ഈക്വൽ ടു എ ബി. ഇവിടെ തന്നെ ui നോട്ട് ഈക്വൽ ടു a, ui നോട്ട് ഈക്വൽ ടു b എന്നുള്ളതാണ് കാരണം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സിഗ്മ i ഈക്വൽ ടു 1 to n എഫ് ഡാഷ് ui ഇൻറ്റു xi-1 ഇവിടെ തന്നെ എഴുതിയേക്കുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് xi മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് xi-1. ഇനി നിങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ്. ഈ വാല്യൂസ് i ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് x0, i ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 പ്ലസ് എക്സെട്ര i ഈക്വൽ ടു n-1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എഫ് ഓഫ് xn-1 മൈനസ് എഫ് ഓഫ്, ഒന്നുകൂടെ കുറയ്ക്കണം, xn-2 പ്ലസ് ലാസ്റ്റ് ടൈം എഫ് ഓഫ് xn മൈനസ് എഫ് ഓഫ് xn-1 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്തുവരും? മൈനസ് എഫ് എക്സ് നോട്ട് ഇനി പോവുകയില്ല. എഫ് x1 മൈനസ് എഫ് x1, എഫ് x2 അടുത്ത ടൈമിൽ വന്നോളൂ മൈനസ് എഫ് x2, അത് ക്യാൻസൽ ചെയ്ത് നോക്കും.
fxn minus 1 ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയി. fxn minus 2 അതിന് മുമ്പിലത്തായിട്ട് പോകും. പ്ലസ് fxനും മൈനസ് fx0 നിൽക്കും. സോ ഇറ്റ് ഈസ് fxn മൈനസ് fx0. എക്സ്പാൻഷൻ കാണിക്കേണ്ട പോലും കാര്യമില്ല. ദിസ് ഈസ് ഈക്വൽ ടു f ഓഫ്, നമുക്കറിയാം ഇതേ വരുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പോകുന്നു. f ഓഫ് xn മൈനസ് f ഓഫ് x0. f ഓഫ് xn എന്നാ f ഓഫ് b ആണ്. f ഓഫ് x0 എന്ന് പറയുന്നത് എന്നാ f ഓഫ് a ആണ്. സോ ദിസ് ഈസ് f ഓഫ് b മൈനസ് f ഓഫ് x0 എയും xn b യും ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് f b മൈനസ് f a എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ റീമാൻ സമ്മിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നല്ലോ, എസ് എഫ് പി മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ലെസ് ദാൻ എപ്സിലോൺ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ അതിലേക്ക് ഇപ്പം കിട്ടിയ എസ് എഫ് പി യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താവും? മോഡുലസ് ഓഫ് എഫ് ഓഫ് ബി എസ് എഫ് പി വാല്യൂവിന് കൊടുക്കുകയാണ്. എഫ് ബി മൈനസ് എഫ് എ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ പാർട്ടീഷൻസ് with norm pu less than delta epsilon. Given epsilon greater than 0 for all partitions with the norm less than delta epsilon, fb minus fa minus of integral a to b f is less than epsilon. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 0യിലേക്ക് പോകുന്നു. ഓർ ഇൻ്റഗ്രൽ എ ടു ബി എഫ്, അപ്പോഴാണ് ഇൻ്റഗ്രൽ ഇവർ തമ്മിൽ ഡിഫറൻസ് ഇല്ല, ഇവർ രണ്ടുപേരും ഒന്നാണ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഈക്വൽ ടു എഫ് ബി മൈനസ് എഫ് എ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചുമ്മാ എഫിനല്ല, എഫ് ക്യാപിറ്റൽ എഫിൻ്റെ ഡെറിവേറ്റീവ് സ്മോൾ എഫ് ആകണം ഫോർ ഓൾ എക്സെപ്റ്റ് ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്. അപ്പോൾ ആ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിൽ എയും ബിയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി എയും ബിയും അല്ലാതെയും ഉണ്ട് എന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ കുറേ പോയിന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എഫ് ഡാഷ് എക്സ് എഫ് എക്സ് ഈക്വൽ ആകാത്ത ഇയിലെ പോയിന്റ്സ്, ഇതൊക്കെ ഇയിലെ പോയിന്റ്സ് ആണ്. അപ്പോൾ ഞാൻ E1 E2 E3 എന്നൊക്കെ എഴുതുകയാണ്. അങ്ങനെ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് n പോയിന്റ്സ് ആകുന്ന തരത്തിൽ ഇൻ്റർവെൽസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് n പോയിന്റ് ആയല്ലോ. ഈ ഇൻ്റർവെൽ എന്ത് വരും? FE1 മൈനസ് FA. ഈ ഇൻ്റർവെൽ മാത്രം എടുത്തിട്ട് ഈ n പോയിന്റിൽ ഇതിനകത്ത് വേറെ പോയിന്റ്സിൽ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ എഫ് എക്സ് ആകെയില്ലാത്ത പോയിന്റ് വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ഇൻ്റർവെലിനകത്ത് നമുക്ക് ഈ തിയറം എ ബിയിൽ ചെയ്ത പോലെ എയിലും E1ലും n പോയിന്റ്സ് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് FE1 മൈനസ് FA എന്ന് കിട്ടും. ഇനി E1 E2 രണ്ട് n പോയിന്റ്സിലും അങ്ങനെയാണ്. അതിനകത്തുള്ള പോയിന്റ്സിലെല്ലാം എഫ് ഡാഷ് എഫ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? FE2 മൈനസ് FE1 എന്ന് കിട്ടും. എക്സെട്ര ഈ ഇൻ്റർവെലിൽ നോക്കുവാണെങ്കിൽ E3യിലും ബിയിലും അല്ലാതെ ഒരു പോയിന്റ്സിലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? FB മൈനസ് FE3 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമ്മുടെ ആഡിറ്റിവിറ്റി റൂൾ അനുസരിച്ച് ഇതിൻ്റെ എല്ലാം സമ്മാണ്. ഇതിൻ്റെ എല്ലാം സം എടുക്കുമ്പം FE1 മൈനസ് FA, FE2 മൈനസ് FE1 ക്യാൻസൽ ചെയ്യും. FE2 ഇവിടെ റിപ്പീറ്റ് ചെയ്യും, അത് ക്യാൻസൽ ചെയ്യും. FB മൈനസ് FE3 വേറെ സ്ഥലത്ത് വരുന്നുണ്ടോ, അത് ക്യാൻസൽ ചെയ്യും. ദെൻ ഓൾസോ വി ഗെറ്റ് FB മൈനസ് FA. ഇത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ n പോയിന്റ്സിലല്ലാതെ വേറെയും ഇയിൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇഫ് E is any finite set, then using sub-intervals of closed interval AB with these points of E as n points, we can use the above result repeatedly. AB ഒരു ഇൻ്റർവൽ പറയുന്നതിന് പകരം ഇയിൽ വേറെ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ പോയിന്റ്സ് വെച്ച് സബ് ഇൻ്റർവൽസ് ഫോം ചെയ്യുക. ആ പോയിന്റ്സ് വെച്ച് മാത്രമല്ല, അങ്ങനെ എല്ലാത്തതും വരാം. എന്നിട്ട് ആ സബ് ഇൻ്റർവൽസിൽ നമ്മൾ ഈ തിയറം തന്നെ അപ്ലൈ ചെയ്യുക, റിപ്പീറ്റഡ്ലി അപ്ലൈ ചെയ്യുക. അപ്പോൾ സം എടുക്കുമ്പോഴും പിന്നെ നമുക്ക് FB മൈനസ് FA ഇതേപോലെ കിട്ടിക്കോളും. അതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഫസ്റ്റ് ഫോം. നമ്മൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എക്സാമ്പിൾസ് ആണ്. ആദ്യം പറയുന്ന എക്സാമ്പിൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇഫ് വി ഹാവ് ക്യാപിറ്റൽ F ഓഫ് എക്സ് ഈക്വൽ ടു, മുമ്പ് നമ്മൾ കണ്ട ഫംഗ്ഷനാണ്, x²/2 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ AB, then f dash x equal to capital F dash x equal to small x, f dash x equal to x for all x element of closed interval AB. അപ്പോൾ നമ്മളുടെ സ്മോൾ എഫ് എന്ന് പറയുന്നത് x ആണ്, സ്മോൾ എഫ് ഈക്വൽ ടു x ആണ്, കണ്ടിന്യൂസ് ആണ് in closed interval AB, and this is a polynomial function, it is Riemann integrable.
ഇ എന്ന് പറയുന്നത് അങ്ങനത്തെ പോയിന്റ്സ് ഒന്നും ഇല്ല, ഇ നോട്ട് ഈക്വൽ ടു 5 ആണ്. സോ ഇന്റഗ്രൽ എ ടു ബി എഫ് ഈക്വൽ ടു എഫ് ബി മൈനസ് എഫ് എ ബി സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2. നേരത്തെ